ഒരാവശ്യമില്ലാത്തൊരു വേട്ടയാടലാണ് ഈ സർക്കാർ പ്രതിപക്ഷത്തിരുന്നപ്പോഴും ഭരണത്തിരുന്നപ്പോഴും നടത്തിയത്. അതിന് ജനം കൊടുത്തത് ഞാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടിക്ക് നീതി ലഭിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കളറ് ഞാൻ കെട്ടാൻ പോകുന്നത് 2.5 വർഷം ഞാൻ കളറ് കെട്ടാതെ കാത്തിരിക്കുകയായിരുന്നു. UDFിൻ്റെ മുഖ്യമന്ത്രി അധികാരം വയ്ക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നീതി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് കളറ് കെട്ടാൻ പോകും. പത്തനാപുരത്ത് അല്പം മുൻപ് ജ്യോതികുമാർ ചമക്കാല പറഞ്ഞതും അവിടെയും ഉമ്മൻചാണ്ടി ഫാക്ടർ തന്നെയാണ് വലിയൊരു അല്ല, കേരളത്തിലെമ്പാടും ഒരു ഫാക്ടറി ഇല്ലാന്ന് പറയാൻ പറ്റുമോ? UDFിൻ്റെ നേതൃത്വം എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ പേരിലൊരു ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ടുവന്നു? അത് ഉമ്മൻചാണ്ടി ഒരു ഫാക്ടറാണ് കേരളത്തിൽ നിന്ന് UDFിൻ്റെ ലീഡർഷിപ്പ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടും പ്രിയപ്പെട്ട KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാരെടുത്ത തീരുമാനമാണത്. ചർച്ച നടക്കുന്ന നിങ്ങളുടെ ഇടയില്ല. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ചർച്ച തുടങ്ങും. അടുത്ത മുഖ്യമന്ത്രിയാ ഇനി അടുത്ത ആളെ പോയി കാണുമ്പോൾ ഈ ചോദ്യം ചോദിക്കൂ. നിങ്ങളുടെ ഇടയിലാണ് ഈ ചർച്ച നിർത്തേണ്ടത്. നിങ്ങൾ ചർച്ച നിർത്തുമ്പം ഈ ചർച്ച ഓട്ടോമാറ്റിക്കായിട്ട് ഞാനിതിനെക്കുറിച്ച് വല്ലതും മിണ്ടിയോ? അപ്പം നിങ്ങൾ വീണ്ടും എന്നോട് ചോദിക്കുന്നത് ഇവിടുന്ന് ഇറങ്ങി തിരുവഞ്ചൂർ സാറിന് ചെന്നിട്ട് അടുത്ത ചോദ്യം അവിടെ ചോദിക്കും. എന്നിട്ട് പറയും ഞങ്ങൾ രണ്ട് ഒപ്പീനിയൻ പറഞ്ഞു പറയും. ഇല്ലേ? അതുകൊണ്ട് ഞാൻ പറയാം, ഈ മാധ്യമങ്ങളുടെ ഈ മുഖ്യമന്ത്രി ചർച്ച നിർത്തിയാൽ ഒരു പ്രശ്നമില്ല. ഞങ്ങൾ പാർലമെന്ററി പാർട്ടിയിലെ അംഗങ്ങൾ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി എന്ത് സംസാരിക്കുമെന്ന് ഞാൻ പുറത്തു പറയുമോ? എന്ന് ഞാൻ പുറത്തു പറയുമോ? എന്ത് ഞാൻ പറയുന്നു എന്നുള്ളത് ഞാനും എന്റെ പാർട്ടിയും തമ്മിലുള്ള കാര്യമാണ്. ഈ കോട്ടയം ടൗണിലെ KCയുടെ ഫ്ലക്സിൽ കരിയോയിലൊക്കെ ഒഴിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടില്ല. ഞാനിപ്പോഴാണ് കേൾക്കുന്നത് അങ്ങനെ ഒരു കാര്യം തന്നെ. അല്ല, അതൊന്നും എന്താണ് സാഹചര്യം, ഇടതുപക്ഷത്തെ ആരാണ് ചെയ്തതെന്ന് നോക്കേണ്ടി വരും. അതൊക്കെ അത് തീർച്ചയായിട്ടും. ഇന്നലെ പിഷാരടിക്ക് നേരെ കല്ലെറിഞ്ഞില്ലേ? ഇന്നലെ പിഷാരടി ജയിച്ചു വരുന്ന പിഷാരടിയെ കല്ലെറിയാനുള്ള ആർജവത്വം കാണിക്കുന്നവർ KC വേണുഗോപാലിന്റെ മുഖം കണ്ടാൽ കരിയോലും അയക്കത്തില്ലെന്ന് ആര് പറഞ്ഞു? കാരണം ഇന്ന് തോൽവിയുടെ പടുകൂടി നിൽക്കുക. ആരോടെങ്കിലും പ്രശ്നം തീർക്കണ്ടേ? ഇങ്ങനെ നിങ്ങൾ ഓരോ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുകയാണ്. ഇത് ഇടതുപക്ഷം തന്നെ ചെയ്തിരിക്കുക. അത് പക്ഷേ പിഷാരടിയെ കല്ലെറിയാവുന്നവർക്ക് KC വേണുഗോപാലിനെ കരിയോലിരിക്കും. ഞാനത് കാണാം. നിങ്ങൾ ഇങ്ങനെ ഓരോന്നും പറയും, ഞാൻ കാണാതെ എങ്ങനെ ഉത്തരം പറയാൻ പറ്റും?